ഹായ് ഫ്രണ്ട്സ്, ഏതൊരു സ്റ്റോക്കിലും നാം എൻട്രി എടുക്കുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് റേഷ്യോസ് നോക്കാറുണ്ട്. അപ്പോൾ ഈ ഗുജറാത്ത് ടൂൾസ് റൂംസിൻ്റെ ചില ഫണ്ടമെൻ്റൽ റേഷ്യോകൾ നോക്കിയാൽ അത് നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. അത്രമാത്രം സ്ട്രോങ് ആണ് ഫണ്ടമെൻ്റൽ. എന്നാൽ ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഹൈയിൽ നിന്നും ഇപ്പോൾ 68% താഴേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രമാത്രം ശക്തമായൊരു സ്റ്റോക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോൾ ആകുന്നത്, എന്താണ് ഈ സ്റ്റോക്കിൽ സംഭവിക്കുന്നത് എന്നാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. R4യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2008 മുതൽ 2022 വരെയുള്ള നീണ്ട 14 വർഷത്തെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുജറാത്ത് ടൂൾ റൂംസിൻ്റെ വില ₹1 റേഞ്ചിലാണ് അത് നിൽക്കുന്നതെന്ന് കാണാം. നീണ്ട 14 വർഷങ്ങൾ. അപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഈ ഒരു പെന്നി സ്റ്റോക്ക് 2022 എല്ലാവരും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള റാലി ആരംഭിച്ചത്. അപ്പോൾ ഈ റാലി ആരംഭിക്കാനുള്ള കാരണം എന്തെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് കമ്പനിയുടെ ബിസിനസ് മോഡൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള പല ഡീപ്പായിട്ടുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാവുകയില്ല. അപ്പോൾ 1991 ഫോം ചെയ്ത ഈ ഒരു കമ്പനി അവരുടെ ബിസിനസ് ഡിവിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൈനിങ് ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ്. അപ്പോൾ മൈനിങ്ങിലൂടെ ഇവർ വളരെ വിലപിടിപ്പുള്ള മിനറൽസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു ബിസിനസ് ഇവരുടേത് ജം സ്റ്റോണും പ്രീഷ്യസ് മെറ്റൽസിൻ്റെയും ട്രേഡാണ്. അതായത് ഹൈ ക്വാളിറ്റി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്സ് ഇതുപോലെയുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ സ്റ്റോൺസിൻ്റെ ഒക്കെ ട്രേഡാണ് ഇവർ ചെയ്യുന്നത്. മറ്റൊന്ന് ഇവർ ഗ്ലോബലായിട്ട് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവർ ഗ്രീൻ എനർജി സൊല്യൂഷൻസിലും ഇടപെടുന്നുണ്ട്. അവിടെ ഇവർക്ക് സോളാർ, വിൻഡ് പവർ തുടങ്ങിയ റിന്യൂവബിൾ എനർജി സോഴ്സിൽ ബിസിനസ് ഉണ്ട് എന്നും പറയപ്പെടുന്നു. കൂടാതെ ഇവർ ടെക്സ്റ്റൈൽ ട്രേഡിംഗ് രംഗത്തുമുണ്ട്. അവിടെ ഗ്ലോബലായിട്ടുള്ള ട്രേഡ്, ഡൈവേഴ്സിഫൈഡ് ഫാബ്രിക്സിലും ടെക്സ്റ്റൈൽസിലും ഇവർ പല ഇൻഡസ്ട്രീസിലും അതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട് എന്നും പറയപ്പെടുന്നു. കൂടാതെ ഇവർ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഡിസൈനും അതിൻ്റെ കൺസ്ട്രക്ഷനായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ പല ബിസിനസ് മേഖലകളിലും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സാന്നിധ്യമുള്ള ഈ ഒരു സ്റ്റോക്ക് ഏകദേശം 40 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരം 40 വർഷം പഴക്കമുള്ള ഒരു സ്റ്റോക്ക് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോഴും വെറും 341 കോടി മാത്രമുള്ള ഒരു മൈക്രോ ക്യാപ്പ് ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊരു വളരെ വിചിത്രമായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ₹14 എന്ന റേഞ്ചിലാണ്. സ്റ്റോക്കിൻ്റെ PE 2.90 മാത്രമാണ്. ബുക്ക് വാല്യൂ 14.8 ആണ്. ബുക്ക് വാല്യൂവിൻ്റെ അതേ വിലയിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഈ സ്റ്റോക്കിൽ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഇവർ 6.8% ഡിവിഡൻറ്റ്, വലിയ കമ്പനികളൊക്കെ നൽകുന്ന, വലിയ PSUകളൊക്കെ നൽകുന്ന അതേ ഡിവിഡൻറ്റ് ഈൽഡാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നത്. കൂടാതെ ROC 179%, ROE 170% എന്നുള്ള ഒരു ജൈജാൻറ്റിക് ഫിഗറാണ് കാണുന്നത്. കൂടാതെ ഇതൊരു സീറോ ഡെറ്റ് കമ്പനി കൂടിയാണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണ്. കഴിഞ്ഞ Q2 റിസൾട്ടിൽ ഇതിൻ്റെ സെയിൽസിൽ 72% വർധനവും പ്രോഫിറ്റിൽ 1016% വർധനവുമാണ് കാണുക. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 2% വർധനവും പ്രോഫിറ്റിൽ 17% വർധനവും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ്. അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്തിലായാലും പ്രോഫിറ്റ് ഗ്രോത്തിലായാലും അത് വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആയിട്ടും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 68% ഇത് താഴോട്ടേക്ക് വന്നത് എന്തുകൊണ്ടായിരിക്കും? അത് തീർച്ചയായിട്ടും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ BSE എക്സ്ചേഞ്ചിലേ കാണാൻ കഴിയുള്ളൂ. കാരണം ഇത് NSE എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ അവിടെയാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട കഥകളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ സ്റ്റോക്കിൽ മുമ്പേ തന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ കുറവായിരുന്നു. വെറും 11% ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ 11% ഉണ്ടായിരുന്ന ഇവരുടെ ആ ഒരു സ്റ്റേക്ക് 2022 സെപ്റ്റംബർ ക്വാർട്ടറിന് ശേഷം ഇവരത് വിറ്റഴിക്കുകയുണ്ടായി. അതേസമയം തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് 2.23% ഉണ്ടായിരുന്നു 2022 സെപ്റ്റംബറിൽ. അത് അവരും വിറ്റഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും പ്രൊമോട്ടേഴ്സും അവരുടെ ആ ഒരു പരിമിതമായ ഒരു ഷെയറുകൾ മൊത്തം വിറ്റഴിച്ചപ്പോൾ അതിനുശേഷമാണ് ഈ സ്റ്റോക്കിൽ ഒരു റാലി നടന്ന് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സും DIAസും വിറ്റപ്പോൾ അത് വാങ്ങിയിട്ടുള്ളത് പബ്ലിക് ആണെന്ന് കാണാൻ കഴിയും. കാരണം 86% പബ്ലിക് ഹോൾഡിംഗ് ആയിരുന്നു 2022 ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. അത് 98% ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ആ സെപ്റ്റംബർ ക്വാർട്ടറിന് ശേഷം ഡിസംബർ ക്വാർട്ടറിൽ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും പ്രൊമോട്ടേഴ്സിൻ്റെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള 1.24% ഒരു സ്റ്റേക്കും, അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 0 സ്റ്റേക്കും, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 0.28 എന്നുള്ള അവഗണിക്കാവുന്ന ഒരു സ്റ്റേക്കും, അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ പബ്ലിക് ഹോൾഡിംഗ് മാത്രമാണുള്ളത്. അത് 98.48 എന്ന് കാണാം. അപ്പോൾ പ്രൊമോട്ടേഴ്സോ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സോ ആരുമില്ലാത്ത ഒരു സ്റ്റോക്കായിട്ട് ആയിരുന്നു ഇത് 2022 റാലി നടക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൽ കാണുന്നത്. പക്ഷേ
പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പബ്ലിക് ഹോൾഡിംഗ് എന്ന് പറയുന്നത് സാധാരണ റീറ്റെയിലേഴ്സ് അല്ല. അവിടെ നാം പരിശോധിക്കേണ്ടത് പബ്ലിക് ഹോൾഡിങ്ങിൽ കാണുന്നത് കുറെ ബിഗ് പ്ലെയേഴ്സിനെയാണ്. ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നമുക്ക് ഹോൾഡേഴ്സിന്റെ പേര് കാണാൻ കഴിയുക. അവർ 1% കൂടുതൽ ആ കമ്പനിയുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ പേര് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ 1% കൂടുതൽ ഹോൾഡിംഗ് ഉള്ള ഏകദേശം 40ഓളം ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ആ കാലഘട്ടത്തിൽ കയറിക്കൂടിയതായിട്ട് കാണാൻ കഴിയും. അത്തരം ബിഗ് ഇൻവെസ്റ്റേഴ്സിൽ കുറെ പേരുകൾ നമ്മൾ കാണാം. അതിൽ ഓഗസ്റ്റ് 7 ബ്ലൂ നൈറ്റ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഏകദേശം 7,93,000 ഷെയറുകൾ 12 രൂപ എന്നുള്ള റേഞ്ചിൽ വാങ്ങുന്നത്. അതോടെയാണ് ഈ സ്റ്റോക്കിലെ റാലി തുടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നിഖിൽ രാജേഷ് സിംഗ്, അതുപോലെ നിഖിൽ രാജേഷ് സിംഗ് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. ഇവർ സെല്ല് ചെയ്യുന്നുണ്ട്, ബൈ ചെയ്യുന്നുണ്ട്. ഇതേപോലെ മെയ് 6 നമുക്കാണെങ്കിൽ ശുഭം അശോക് ഭായ് പട്ടേൽ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്ററെ കാണാം. അദ്ദേഹം 32 രൂപക്ക് ബൈ ചെയ്യുന്നു, 32 രൂപക്ക് വിൽക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ബൈങ് സെല്ലിങ് ഒരേ ആളുകൾ തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പലപ്പോഴും ഇവർ വാങ്ങുന്നത് വലിയ വിലയിലാണ് സ്റ്റോക്കുകൾ വാങ്ങുന്നത്. വലിയ വിലയിൽ വാങ്ങുന്നു, അടുത്ത ആൾക്ക് വിൽക്കുന്നു, പിന്നീടും വലിയ വിലയിൽ വാങ്ങുന്നു. ഇങ്ങനെ വലിയ വിലയിൽ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് വല്ലാതെ വർദ്ധിക്കുമ്പോൾ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് പറക്കുന്ന ഒരു സ്റ്റോക്കിന് പിന്നാലെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട്, അത്തരമൊരു സൈക്കോളജിക്കൽ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് അവരും ഈ സ്റ്റോക്കിൽ ആ ഹൈ പ്രൈസിൽ പോയിട്ട് വാങ്ങും. അങ്ങനെ വാങ്ങുമ്പോൾ അതായത് സ്റ്റോക്കിൽ ഒരു ഡിമാൻഡ് വരുന്നുണ്ടെന്നും വലിയ തോതിലുള്ള വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു യുഫോറിയ പോലെ ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അത് വിൽക്കാൻ തുടങ്ങി. പിന്നീടാണ് ലോവർ സർക്യൂട്ട് അടിച്ച് ഇതിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അത് രക്ഷപ്പെടാൻ കഴിയാതെ ട്രാപ്പിൽ പെടുകയും അങ്ങനെ ഫൈനലി ഈ സ്റ്റോക്കിൻ്റെ വില 10 രൂപയിൽ എത്തുകയും ചെയ്തു. അപ്പോൾ 2024 സെപ്റ്റംബറിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിലേക്ക് വന്നതായിട്ട് കാണാം. അത് ഈ സ്റ്റോക്കിൽ പുതിയൊരു വഴിത്തിരിവിലെത്തിച്ചു. അതായത് 45 എന്ന ഹൈ പ്രൈസിൽ നിന്നും പിന്നീട് താഴോട്ടേക്ക് വന്ന് 10 രൂപയിലെത്തിയ സ്റ്റോക്കിനെ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അതിൽ താല്പര്യപ്പെടുത്തപ്പോൾ വീണ്ടും ഈ സ്റ്റോക്കിൽ റാലി ആരംഭിച്ചു. 2024 സെപ്റ്റംബർ ക്വാർട്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് 30.99% ആണെന്ന് കാണാം. അവിടെ 4 പ്രധാനപ്പെട്ട ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാണാൻ കഴിയും. ബ്രിഡ്ജ് ഇന്ത്യ, നോർത്ത് സ്റ്റാർ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, എമിനൻസ് ഗ്ലോബൽ ഫണ്ട്, മൾട്ടിറ്റ്യൂഡ് ഗ്രോത്ത് ഫണ്ട്സ് ലിമിറ്റഡ് തുടങ്ങിയ ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് ഏകദേശം ഈക്വൽ ആയിട്ട് ഷെയർ ഇതിൽ കാണാം. 7.5% ഈക്വൽ ഷെയറുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ പബ്ലിക് പാനിക് ആയിട്ട് ഇതിങ്ങനെ നിരന്തരം സെല്ല് ചെയ്തപ്പോൾ ഇത് വാങ്ങിക്കൂട്ടിയത് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. ലോ വാല്യുവേഷനിൽ ഇവർക്ക് ഈ സ്റ്റോക്കുകൾ അവൈലബിൾ ആയി. അങ്ങനെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അത് വാങ്ങിക്കൂട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ അത് കാണാൻ കഴിയും. ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ 30% ഹോൾഡിംഗ് വർദ്ധിച്ചപ്പോൾ പബ്ലിക്കിന്റെ ഹോൾഡിംഗ് 30% കുറഞ്ഞതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത് 68.94% ആയിട്ട് താഴോട്ടേക്ക് വന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പോൾ തുടക്കത്തിലൊക്കെ 12,000 എന്നുള്ള ഒരു വളരെ ലോ വോള്യത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഇതിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അത് 1,32,000 ഷെയർ ഹോൾഡേഴ്സായിട്ട് ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ആ സ്റ്റോക്കിൽ വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആവറേജ് വോളിയം ഒരു വർഷത്തെ നമുക്ക് 21,59,532 എന്ന ഒരു ഫിഗറാണ് കാണാൻ കഴിയുക. എന്നാൽ കഴിഞ്ഞ ഒരു മാസം അത് ഏകദേശം 1 കോടിക്ക് മേലെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നല്ല ട്രേഡിംഗ് വോളിയം ഈ സ്റ്റോക്കിൽ ഉണ്ടായപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും ലിക്വിഡിറ്റി കണ്ടപ്പോൾ, കൂടാതെ നല്ല പ്രൈസിലേക്ക് സ്റ്റോക്ക് വന്നപ്പോൾ അവരും വിൽപ്പന തുടങ്ങി എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ ഈ സ്റ്റോക്കുകൾ വിൽക്കുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണോ അതല്ല ബിഗ് ഓപ്പറേറ്റേഴ്സ് ആണോ വിൽക്കുന്നത് എന്ന് വ്യക്തമല്ല. കാരണം ഈ ഡാറ്റ നമുക്ക് ഈ മാസം അവസാനം മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമേ ആരാണ് വിൽപ്പന നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പബ്ലിക് ഹോൾഡിംഗ് വളരെ ഹൈ ആയ ഇത്തരം സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട്. കാരണം ബിഗിനർ ഇൻവെസ്റ്റർ ചിലപ്പോൾ 10 രൂപ റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യില്ല. കാരണം 50 രൂപ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് താഴോട്ടേക്ക് വന്ന് അതിലെ എല്ലാ മൊമെൻറ്റവും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആരും അത് വാങ്ങാൻ നിൽക്കില്ല. എന്നാൽ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ആ സമയത്താണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകളിൽ എൻ്റർ ചെയ്തിട്ട് അത് പറക്കുന്നത് കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ വീണ്ടും താല്പര്യം ജനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഗുജറാത്ത് ടൂൾസ് റൂംസിൽ ഈ പമ്പ് ആൻഡ് ഡംപ് സ്കീം എന്ന് പറയുന്ന ഈ കൃത്രിമമായിട്ട് വില ഉയർത്തിയിട്ട് അത് പിന്നീട് റീറ്റെയിലേഴ്സിനെ ആകർഷിച്ചിട്ട് ലാഭത്തിൽ വിറ്റിട്ട് ഈ സ്റ്റോക്കിനെ ഈ റീറ്റെയിലേഴ്സിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ആ ഒരു പരിപാടിയാണ് നമ്മൾ പമ്പ് ആൻഡ് ഡംപ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഫ്രോഡിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ചിൽ ASM ലിസ്റ്റ് അഥവാ അഡീഷണൽ സർവൈലൻസ് മെഷർ എന്നൊരു സംവിധാനമുണ്ട്.
അപ്പോൾ ഇവിടെ നമുക്ക് BSE എക്സ്ചേഞ്ചിൽ ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അവിടെ ASM ഷോർട്ട് ടേം സ്റ്റേജ് 1 ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ അവിടെ എക്സ്ചേഞ്ചിനും സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് എന്താണ് ചെയ്യുന്നത്, അവർ പ്രൈസ് ബാൻഡ് കുറക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള വിലയിൽ ഇതിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ് 15.44 അതായത് വില 15.44 എന്ന ലെവലിലെത്തുമ്പോൾ അപ്പർ സർക്യൂട്ട് അടിക്കും. അതേപോലെ 13.98 പോകുമ്പോൾ ലോവർ സർക്യൂട്ട് അടിക്കും. അപ്പോൾ ആ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് വെറും 5% മാത്രമാണ്. അപ്പോൾ ഈ ഗുജറാത്ത് ടൂൾ റൂംസിൻ്റെ ഹിസ്റ്റോറിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും 2023 നവംബർ അതുപോലെ 2024 ഫെബ്രുവരി വരെ ഇതിൽ പല സമയത്തും ഈ രീതിയിലുള്ള അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും പോയതായിട്ട് കാണാൻ കഴിയും. അവിടെ പമ്പ് ആൻഡ് ഡംപ് നടന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. 2024 ജൂൺ മുതൽ 2024 നവംബർ വരെയും പല ഘട്ടങ്ങളിലും ഈ രീതിയിൽ നടന്നായിട്ട് കാണാം. ഇപ്പം ഏറ്റവും ഒടുവിൽ ഡിസംബർ 27 മുതൽ ഈ സ്റ്റോക്കിൽ ഒരു റാലി നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഹൈ എത്തിയപ്പോൾ അവിടെ സെല്ലിങ് നടന്നതായിട്ടും ഈ പമ്പ് ആൻഡ് ഡംപ് നടന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതാരാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബൾക്ക് ഡീലിൽ നമുക്ക് കാണുന്ന നിരന്തരം കാണുന്ന കുറേ പേരുകൾ കാണാം. അവർ ബൈ ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും കൃത്യമായ ഒരു ഗെയിം പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡൗൺ ആയി നിൽക്കുന്ന ഈ സ്റ്റോക്കിൽ വീണ്ടും അവർ വന്നേക്കാം. അപ്പോൾ വീണ്ടും അത്തരത്തിൽ അപ്പർ സർക്യൂട്ടിലേക്കൊക്കെ പോയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാധ്യത എപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇത്തരം സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൻ്റെ ബിസിനസ് ഫണ്ടമെൻ്റൽസ് എത്ര സ്ട്രോങ് ആയാലും ശരി, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സോ വലിയ തോതിൽ ഇല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ 100% ഹോൾഡിംഗ് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും പല വിധത്തിലുള്ള ഗെയിം പ്ലാനുകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റോക്കിൽ അതിൻ്റെ പബ്ലിക് ഹോൾഡിംഗ് ഒരു 50% താഴെ നിൽക്കുകയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മോശമല്ലാത്ത ഒരു ഹോൾഡിംഗ് ഉണ്ടാകുമ്പോൾ ഒരു ഏകദേശം രണ്ടും കൂടി ഒരു 10% കൂടുതലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ആ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വളരെ സ്ട്രോങ് ആണെന്നും ലോങ് ടേമിൽ നമുക്ക് ആലോചിക്കാവുന്നതുമായ ഒരു സ്റ്റോക്കായിരിക്കും. എന്നാൽ ഇത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഇതിനർത്ഥമില്ല. കാരണം ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായ ടെക്നിക്കൽ എൻട്രി അല്ലെങ്കിൽ കൃത്യമായ ടാർഗറ്റ് അതുപോലെ സ്റ്റോപ്പ് ലോസ് ഇതൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ഒരു കൃത്യമായ ട്രേഡ് സെറ്റപ്പോട് കൂടി ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അവിടെ വളരെ ജാഗ്രതയോടെ വളരെ കോഷ്യസ് ആയിട്ട് നീങ്ങേണ്ട ഒരു സ്റ്റോക്കായിരിക്കും ഇത്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ബിഗിനർ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ശരാശരി മാർക്കറ്റ് നോളജ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.